ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് റുട്ടീനാണ്. ഇപ്പോൾ കുറേ നാളായാലോ നമ്മളൊരു ഈവനിങ് റുട്ടീനൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. അതുപോലെ തന്നെ നൈറ്റ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഐശ്വര്യയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നൊരു വീഡിയോ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് സഡൻ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. നമ്മളങ്ങനെ പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോശാല ടെമ്പിളിലാണ് പോകുന്നത്, KK നഗറിലുള്ള. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു കുർത്തി സെറ്റ് കണ്ട, ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഞാൻ കുറേ നാളായിട്ട് ഇട്ടിരുന്നിട്ട് അവസാനം മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ തുണി ഭയങ്കര ക്വാളിറ്റിയും അങ്ങനെയൊന്നും പറയാനില്ല, പക്ഷെ എന്നാലും നല്ല തുണി തന്നെയാണ്. പക്ഷെ നല്ല ചൂടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് നല്ല ചൂടെടുക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ടാഗ് ചെയ്തേക്കാം. അപ്പം ഞാൻ എപ്പോഴും XL ആണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ പ്രിൻറ്റിങ് ആണ് കേട്ടോ. ഞാനിത് ഒരു തവണ കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു ഇട്ടപ്പോൾ. പിന്നെ ചൂട് സമയത്ത് ഇടാൻ പറ്റത്തില്ലേ. ഞാനിത് ക്ഷേത്രത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ആമി ഇട്ടേക്കുന്നത് മീഷോയിൽ നിന്ന് അവൾക്ക് എടുത്തു കൊടുത്തതാണ്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം. അവളുടെ ഏജിൻ്റെ ഇത് വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. 7 to 8 ഇയേഴ്സിൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം കേടായി എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ വീക്കായിട്ട് ആകെ പ്രശ്നമായി. കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നത് എല്ലാം ഡിലീറ്റ് ആയി പോയി. അങ്ങനെ ഷോറൂമിൽ കൊണ്ടുപോയി ശരിയാക്കുകയാണ് ചെയ്തത് കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കവറും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ബൾജായി പോയതാണ്. കുറച്ച് ദിവസമായിട്ട് ആമിക്ക് ഇതുപോലെ മെഹന്തി വേണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാനാണെങ്കിൽ സാധാരണ ഷോപ്പിൽ നിന്ന് എപ്പോഴെങ്കിലും ഫാൻസിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോസറി എടുക്കാൻ പോകുമ്പോഴൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ അതത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേഹ എന്നിട്ടുള്ളൊരു ബ്രാൻഡിലുള്ള ഒരു മെഹന്തിയുടെ കോൺ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലിങ്കറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ റെഡായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നോക്കിയപ്പോഴേക്കും നല്ലോണം തന്നെ റെഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും എല്ലാം കെമിക്കൽ ചേരുന്നതാണല്ലേ. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മോഹം തോന്നി ചതിക്കാത്ത ചന്തു സിനിമ കാണാമെന്ന്. അപ്പോൾ അത് ഹസ്ബൻഡാണ് പെട്ടെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് സലീം കുമാർ ചേട്ടൻ്റെ ആ ഒരു മരണമൊക്കെ നടന്നപ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമമായിട്ട് എല്ലാവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും വല്ലാതെ ഒരു ഷോക്കൊക്കെ ആയി. അപ്പോൾ നമുക്ക് പഴയ സിനിമകൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ 90s കിഡ്സിൻ്റെ കാലഘട്ടമൊക്കെ ചൈൽഡ്ഹുഡൊക്കെ മനോഹരമാക്കിയൊരു നടനാണല്ലേ. അപ്പോൾ ഈ സിനിമയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളതാണല്ലോ. അപ്പം മാത്രമല്ല ഈ സിനിമ എത്ര കണ്ടാലും നമുക്ക് മടുപ്പും തോന്നത്തില്ല. അപ്പം ഞങ്ങൾ ഒന്ന് മൈൻഡ് ഓക്കെ അല്ലാതിരുന്നത് കൊണ്ട് ഒന്ന് മൂഡ് ഓഫ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ സിനിമ വെച്ചത് കണ്ടതാണ്. അപ്പോൾ കണ്ട് കുറേ ചിരിച്ചു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ സിനിമ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്കും ക്ലൈമാക്സ് ഒക്കെ ഞാൻ ഒരുപാട് മറന്നുപോയി. അപ്പോൾ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് കേട്ടോ. ആമിയും ആദ്യമായിട്ടാണ് ഈ സിനിമ കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ചിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഈവനിങ് ആണ് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ, ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 4 മണിയോട് അടുപ്പിച്ചാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് തോന്നി. കാരണം കുറേ നാളായല്ലോ നമ്മൾ ഈവനിങ് റുട്ടീനൊക്കെ കാണിച്ചിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയുള്ളൂ. എനിക്ക് മിക്കവാറും ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നാളത്തേക്കും കൂടി വരാറുണ്ട്. അതുപോലെ തന്നെ ഡിന്നറിന് ഉണ്ടാക്കുന്ന കറികൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കും.
ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പറ്റത്തുമില്ല കിച്ചണിൽ നിന്ന് എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് പരിപ്പ് വടയും ചായയും കുടിക്കണമെന്ന് തോന്നി, കട്ടൻ ചായയും. അപ്പോൾ എന്തായാലും പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, പരിപ്പ് വട ഉണ്ടാക്കാനുള്ള പരിപ്പ്. പിന്നെ തൊട്ടടുത്ത് തന്നെ കറുത്ത കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് രാത്രി പുട്ടും കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ വീട്ടിലിങ്ങനെ ആമിക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറേ നാളായി ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട്. ഇന്ന് നല്ല മഴക്കോളും മഴച്ചാറ്റലും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല മൂടായിരുന്നു ഇന്ന് കിച്ചണിൽ കയറി ജോലി ചെയ്യാനായിട്ട്. ഇപ്പം ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്തൊന്നും ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായില്ല. കാരണം എന്നെക്കൊണ്ട് കിച്ചണിൽ നിന്ന് ഒരു പണി എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നെ കൊണ്ടെന്നല്ല, ചെന്നൈയിലുള്ള എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ചൂട് അത്രയ്ക്കും കഠിനമായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ 2-3 ദിവസം കൊണ്ട് അത്യാവശ്യം ചാറ്റൽ മഴയും നല്ല വലിയ മഴയൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ മഴക്കോള് കണ്ടിട്ടാണ് ഞാൻ പരിപ്പോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സമയമായപ്പോഴേക്കും മഴയും പെയ്തില്ല, വൈകുന്നേരം ആയപ്പോൾ ചൂട് കൂടുകയും ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിച്ചണിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആവി പറക്കാനായിട്ട് തുടങ്ങി. അപ്പം എന്നോട് ഇടയ്ക്ക് വെച്ച് വിഷ്ണുപ്രിയാണ് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെറിയൊരു ഫാൻ കൂടി മേടിച്ച് വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കാറ്റിങ്ങനെ കൊള്ളാമല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലോണം ഞങ്ങൾക്ക് കാറ്റ് കിട്ടാറുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാനും വെച്ചിട്ടുണ്ട്. പിന്നെ ജനൽ തുറന്നിട്ടിട്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കാറ്റടിക്കുമ്പോൾ സ്റ്റൗ ഒക്കെ അണഞ്ഞു പോവേ. പിന്നെ മാത്രമല്ല, നമുക്ക് ആ ചെറിയ റൂമിലുള്ള AC ഓൺ ചെയ്തിട്ടിരുന്നാൽ കിച്ചണിലോട്ട് AC കാറ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫാൻ മേടിക്കാത്തത്, കുഞ്ഞി ഫാന്. പിന്നെ നമ്മുടെ കിച്ചണിൽ ഇടാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ഹോൾഡറും സ്വിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിച്ചണിൽ ഫാൻ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇതേ എന്തായാലും നമുക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ റീഫില്ല് ചെയ്യണമായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എല്ലാ ബോട്ടിൽസും കൂടി ഒരുമിച്ച് കഴുകുമായിരുന്നേ. ഇപ്പം അങ്ങനെയല്ല, ഓരോന്ന് തീരുന്നതിനനുസരിച്ച് പാത്രം കഴുകുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് കഴുകി ഉണക്കിയെടുക്കും. എന്നിട്ട് റീഫില്ല് ചെയ്ത് അങ്ങ് പോകും കേട്ടോ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് കഴുകുന്നത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടൈം കണ്ടുപിടിക്കണം. പിന്നെ അത്യാവശ്യം അഴുക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല നനഞ്ഞ തുണി കൊണ്ട് പുറത്തൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പ് വട ചെയ്യാൻ തുടങ്ങാം. ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഒരു മടിയുണ്ടെങ്കിൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്നൊരു രീതി കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ഒരു 5-6 മണിക്കൂറെങ്കിലും ഈ പരിപ്പ് കുതിരാനായിട്ട് വെച്ചേക്കണം കേട്ടോ. രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പ് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 പോർഷനോളം പരിപ്പ് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് 1-2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ സൈസ് ഇഞ്ചിയാണ്. പിന്നെ പെരുംജീരകം, മുളക് പൊടി. ചിലരാണെങ്കിൽ വറ്റൽ മുളക് ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അങ്ങനെ അരയ്ക്കാറുണ്ട്. അപ്പം ഞാനങ്ങനെ വറ്റൽ മുളക് ചേർക്കത്തില്ല കേട്ടോ, മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പരിപ്പും എടുത്തിട്ടില്ല, കുറച്ച് നമ്മൾ മുഴുവനോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, പരിപ്പ് വടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നത് നല്ലതാണ്. പിന്നെ ഇത് മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഫൈൻ ആക്കണ്ട, ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് മുഴുവൻ പരിപ്പ് അങ്ങനെ കിടക്കും. അതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈനാവാതെ ഇതുപോലൊന്ന് തരിയായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് പരിപ്പ് മാറ്റി വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അരച്ചതിനകത്തും കുറച്ച് മുഴുവൻ പരിപ്പ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പെരുംജീരകവും അതുപോലെ ഉപ്പും എല്ലാം കൂടി ഇതിനകത്തിട്ടിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കുറച്ച് പച്ചമുളക്, 1-2 പച്ചമുളക് കട്ട് ചെയ്തത്, അതുപോലെ കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ സവോള ചെറുതായിട്ട് നുറുക്കിയത്, ഇത്രയും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മാവിനോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം കുളമാവും. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിനാവണം മാവ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പരിപ്പ് വടയ്ക്ക് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വിനായക ചതുർത്ഥി സമയത്തൊക്കെ ഇതുപോലെ പ്രസാദമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഈ എണ്ണപ്പലഹാരങ്ങൾ ചെയ്യുമ്പോൾ
കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് നമുക്കിപ്പോൾ പറ്റത്തില്ല കേട്ടോ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റൈസ് ബ്രാൻ ഓയിൽ ഞാൻ എന്തെങ്കിലും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ കുഞ്ഞ് ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ എപ്പോഴും വടയൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണ അവിടെ ചൂടാവുന്നതിനിടയിൽ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. ഇതിനിടയിൽ തന്നെ നമ്മുടെ സിങ്കിനകത്ത് കുറേ അധികം പാത്രങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ പരിപ്പ് വട ചെയ്യാനുള്ള എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരും. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഷേപ്പ് എടുക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു കൊച്ചു പിടി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ഒരു പിടി എടുത്ത് ഒന്ന് ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം 1-2 തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാടിട്ട് അമർത്തണ്ട, ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. പരിപ്പ് വട ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ തിക്നെസ് കൂടി പോകാൻ പാടില്ല കേട്ടോ. അതിൻ്റെ കാരണം നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഉള്ളിലോട്ട് വേവത്തില്ല. അപ്പോൾ നല്ലോണം വേവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചെറുതായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഓരോരോ വടകളായിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാക്കി തിളപ്പിച്ചിട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വടകൾ ചുട്ടെടുക്കാനായിട്ട്. 2 സൈഡും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഇട്ട് അതിൻ്റെ ബ്രൗൺ കളറൊന്നും ആവാൻ തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം വട ചുട്ടെടുക്കാനായിട്ട്. അപ്പം ഞാനിത് സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കണക്കറിയാം കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ ജോലികൾ ചെയ്യാൻ പോയാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇത് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. അപ്പം അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും, ഉള്ളിനകം വേവത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ഇത് ചെയ്തെടുത്താൽ മതിയേ. കുറച്ചധികം ടൈം എടുക്കും. നമ്മൾ ഉഴുന്ന് വട ചെയ്യുന്നതിനേക്കാളും ടൈം എടുക്കും കേട്ടോ പരിപ്പ് വട ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാം. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് പരിപ്പ് വടയും ചായയും ഒരു വൈബാണല്ലോ, അറിയാലോ നിങ്ങൾക്ക്. അപ്പം അങ്ങനെ എനിക്കൊരു കൊതി വന്നിട്ട് അങ്ങനെ ചെയ്തതാണ്. കുറേ നാളായി ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണേ. അങ്ങനെ അവിടെ പരിപ്പ് വടയൊക്കെ ഒരു സൈഡിലാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു വന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ സൈഡിലിരിക്കുന്ന ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു സ്റ്റാൻഡ്, അതിനകത്താണ് ഞാൻ എപ്പോഴും വിം ജെല്ലും കോളിനും അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. പാത്രം കഴുകാനുള്ള ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതൊക്കെ എടുത്തൊന്ന് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും കിച്ചണിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു സൈഡിൽ മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്യാറുണ്ട്. എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്, കിച്ചണിൽ ഇതുപോലെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അടുപ്പിൽ ഇങ്ങനെ തുടച്ച് കൈയൊക്കെ പൊള്ളി. അപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കാറുണ്ട്. സ്റ്റൗ അങ്ങനെ തുടയ്ക്കുന്നത് നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റൗ വൃത്തിയില്ലാതിരിക്കുന്ന കാണുമ്പോൾ അറിയാതെ കൈ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ എനിക്കുണ്ട്. അതൊക്കെയാണ് എൻ്റെ കുഴപ്പം മെയിനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിനിടയിൽ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതിൽ തന്നെ ഞാൻ പോയിട്ട് ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് വിളക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി ദേഹമൊക്കെ കഴുകിയിട്ടാണ് കിച്ചണിലേക്ക് കയറിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് വൈകുന്നേരം തലയൊന്നും കുളിച്ചിട്ടില്ല. പക്ഷേ കൈയും കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷം മാത്രമാണ് വിളക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കും കേട്ടോ. രാവിലെ വെക്കാൻ പറ്റിയില്ലെങ്കിലും സന്ധ്യയ്ക്ക് എന്തായാലും വിളക്ക് വെക്കും. രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ അർച്ചന ചെയ്തപ്പോൾ കിട്ടിയ പൂക്കളും ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വിളക്കിൻ്റെ തട്ടത്തിൽ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ പൂക്കൾ അങ്ങനെ കളയാറില്ല. ഇതുപോലെ കൊണ്ടുവന്ന് നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ വെച്ചേക്കും. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ചന്ദനം തന്നെയാണ് പൂജാ റൂമിൽ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7:30 ആയപ്പോഴേക്കും ഞാൻ വീണ്ടും കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി ഇതുപോലെ ഡിന്നർ ചെയ്യുന്ന സമയത്ത് 7 മണി അല്ലെങ്കിൽ 7:30 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് വരുന്നത്. ചൂടുള്ള സമയത്തൊക്കെ ഞാൻ വലുതായിട്ട് കുക്കിങ്ങിനൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കാരണം രാവിലെ വെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ചൂടാക്കി രാത്രി കഴിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം രാത്രി വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ കടലക്കറി വെക്കുന്നത് ഞാൻ
ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കടലക്കറിയിൽ ഞാൻ ഇട്ടിട്ടുള്ള പച്ചമുളകിന് നല്ല എരിവായിരുന്നു. അതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് കൂടിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് കഴിച്ചത്. ഇന്ന് നമ്മൾ ചെമ്പാവ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയിലാണ് ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഐശ്വര്യ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ വീട്ടമ്മമാർക്ക് വീട്ടുജോലി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസം നല്ല എനർജറ്റിക് ആയിട്ട് ജോലികൾ ചെയ്താൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും. അതിപ്പം എനിക്ക് മാത്രമല്ല, എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ. പല സമയങ്ങളിലും മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കില്ല, ശരീരം പറയുന്നത് മനസ്സ് അനുസരിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടമ്മമാർക്ക് ഉണ്ടാകാറുണ്ടല്ലേ. അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഒരേ കാര്യം തന്നെ ഡെയിലി ചെയ്ത് നമുക്ക് മടുപ്പ് തോന്നും. പിന്നെ അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നും, അങ്ങനെയൊക്കെ തോന്നും അല്ലേ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരത്തിനാണ് പ്രശ്നം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ നല്ലപോലെ റെസ്റ്റ് എടുക്കും കേട്ടോ. ഇപ്പം നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെയാണ്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അത്രയും റെസ്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ പ്രായമായ അച്ഛനമ്മമാരുള്ളവർ, തീരെ കുഞ്ഞു മക്കളുള്ളവർ, അങ്ങനെയുള്ളവർക്കൊന്നും ഇപ്പോൾ എന്നെ പോലെ ഒന്നും റെസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. എനിക്കും റെസ്റ്റ് കിട്ടാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആമി ചെറുതായിരുന്ന സമയത്ത് അവളെ ഒറ്റയ്ക്ക് വെച്ചിട്ട് എല്ലാം മാനേജ് ചെയ്യണം. പിന്നെ അവൾ എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, വീട്ടുജോലികൾ ഒരിക്കലും ഭാരമായിട്ട് കാണാതെ അത് എൻജോയ് ചെയ്ത് ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ. ചില സമയത്ത് നമുക്ക് മടി തോന്നും അല്ലേ, ഒരേ കാര്യം ചെയ്ത് ബോറടി തോന്നും അല്ലേ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊരു മടുപ്പ് തോന്നും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ വീട്ടുജോലി എന്നല്ല, ഏത് ജോലിയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്ന് റുട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. പിന്നെ കുറേ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക, റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീട്ടുജോലികൾ ചെയ്യുമ്പോഴേക്കും എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ അങ്ങനെയാണ്, ഒരുപാട് നേരം കിച്ചണിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് നോക്കരുത് കേട്ടോ. കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ ജോലികൾ ഈസി ആക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള റെസിപ്പീസ്, പിന്നെ ഒരുപാട് ഇങ്ങനെ കുറേ നേരം കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ഞാൻ എപ്പോഴും കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. പിറ്റേ ദിവസം കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കണക്കിന്. ഒരു ദിവസം നമ്മൾ ലേറ്റായിട്ട് എണീറ്റാലും പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കറി എടുത്ത് ചൂടാക്കിയൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ എല്ലാത്തിനേക്കാളും ഒക്കെ ഉപരി നമുക്ക് വേണ്ടിയിട്ടും കൂടി സമയം കണ്ടുപിടിക്കുക. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്ന് പറയൂലേ. നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി തരാനൊക്കെ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല മടിയായിരിക്കും. അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമല്ലേ. പക്ഷേ നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോകുമല്ലേ. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിച്ചണിൽ ഒന്ന് റെസ്റ്റൊക്കെ കൊടുക്കാം. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ചെയ്യുക. എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും വലുത്. നമ്മൾ എത്രയൊക്കെ മോട്ടിവേറ്റ് ആണ് എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകദേശമുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ മെയിനായിട്ടും ഹോം മേക്കേഴ്സിൻ്റെ വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. കൂടുതലും ഈ കൊറിയൻ വ്ളോഗ്സ്, ഒഡീഷ വ്ളോഗ്സ് അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ആസ്തെറ്റിക് ആയിട്ടുള്ള, കാമായിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ഞാൻ ഇരുന്ന് കാണും. പിന്നെ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീട്ടിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഇപ്പം ഭഗവത്ഗീതയിലെ വചനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഞാൻ കിച്ചണിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ജോലികൾ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഫ്രീ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വരാറുണ്ട്. ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ എൻ്റെ മോളുടെ അടുത്തു നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ 3 പേരുള്ള ഈ കുഞ്ഞു ഫാമിലിക്ക് ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സഹായത്തിൻ്റെ ആവശ്യം എനിക്ക് എപ്പോഴും വരാറില്ല. പിന്നെ പ്രിപ്പ് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒരാഴ്ചത്തേക്കും
ഒരു മാസത്തേക്കെന്നുള്ളതൊന്നും കട്ട് ചെയ്ത് വെക്കത്തില്ല. പകരം ഇതുപോലെ തലേ ദിവസം എന്തെങ്കിലും ഒന്ന് തേങ്ങയൊക്കെ ചിരകി വെക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചേക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ജോലികൾ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുട്ടുണ്ടാക്കി, കടലക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കടലക്കറി സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തേങ്ങയൊന്നും വറുത്തരച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കടല പ്രത്യേകം മാറ്റി അരച്ച് പേസ്റ്റാക്കി ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഇപ്പോൾ അങ്ങനെ കടലയൊന്നും അരച്ച് ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ. മൊത്തത്തിൽ കടല ഒരുമിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റി അതിലിട്ടിട്ട് വേവിച്ചാണ് എടുത്തത്. ഒരു 4-5 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ കടല നല്ലോണം വെന്ത് കിട്ടും. പിന്നെ നൈറ്റ് ഞാൻ എപ്പോഴും ഈ ഒരു സ്പ്രേ യൂസ് ചെയ്താണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ഗ്രോസറി എടുത്തപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു ഹെർബൽ സ്പ്രേ ആണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല സ്പ്രേ ആണ്, നല്ല മണമാണ്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനമാണ് കേട്ടോ. കിച്ചണിൽ രാത്രി ഞാൻ എപ്പോഴും കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണിക്കുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. നമുക്കിനി ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേസ്റ്റും കൊണ്ടുപോയി കളഞ്ഞ് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഞാൻ പോയി കിടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ നൈറ്റിലുള്ള കിച്ചൺ ക്ലീനിങ് റുട്ടീനൊക്കെ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ പാത്രങ്ങളൊന്നും സിങ്കിലിട്ട് വെച്ചേക്കത്തില്ല. എനിക്ക് എത്ര തിരക്കാണെങ്കിലും എത്ര വയ്യെന്നുണ്ടെങ്കിലും ഈ ഒരു റുട്ടീൻ ഞാൻ പണ്ട് മുതലേ ശീലിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ മടി പിടിച്ചിട്ട് ഞാൻ രാത്രി പാത്രം കഴുകാതിരിക്കുകയോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ വന്ന് എൻ്റെ ഡേ ഫുള്ളായിട്ട് സ്പോയിലാവും. കാരണം എനിക്ക് ഈ കിച്ചണിൽ സിങ്കിനകത്ത് പാത്രങ്ങൾ കിടക്കുന്നത് ഇഷ്ടമേ അല്ല. അതൊരു കാര്യം. പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ അല്ലാതിരിക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ. അപ്പം എപ്പോഴും ഞാനിങ്ങനെ നീറ്റാക്കി ഇട്ടേക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്തിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ വരും. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.